2021 11 പേര്, 2022 27 പേര്, 2023 26 പേര്, 2024 26 പേര്. ഇപ്പം ഇനി 2025 കണക്ക് വരാനിരിക്കും. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇവരൊക്കെ ഈ പേവിഷബാധയുടെ വാക്സിൻ എടുത്ത ആൾക്കാരും കൂടിയാണ്. ഇതുപോലെ തന്നെ വാക്സിൻ മാനുഫാക്ചേഴ്സ് ഉണ്ട്. 500 കോടിയുടെ ബിസിനസ്സാണെന്ത് ഇന്ത്യയിലെന്നാണ് പറയുന്നത്. വെറ്റിനറി ഈ മെഡിസിൻസ് ഇത് ഉണ്ട്. ഈ ഷെൽട്ടർ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പുറമെ എന്താ വെച്ച് കഴിഞ്ഞാൽ പെറ്റ് ബിസിനസ് നടക്കുന്നുണ്ട് ഇവിടെ. ഇവരൊക്കെ തെരുവുനായി ശല്യവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം യഥാർത്ഥത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി നടത്തിയിരിക്കുകയാണ്. അഥവാ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് തെരുവുനായി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ലോകത്തിൻ്റെ മുൻപിൽ രാജ്യത്തെ മോശമാക്കുന്നു തെരുവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന നിലക്കാണ് സുപ്രീം കോടതി വളരെ ഗുരുതരമായി വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നാട്ടിൽ കടുവയാലോ അല്ലെങ്കിൽ പുലികളാലോ ഒക്കെ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം അതും വളരെ കൃത്യമായി കണക്കുകൾ വരാറുണ്ട്. അത് ഒരു ചെറിയ എണ്ണമാണ് പൊതുവിൽ നമ്മൾ കാണപ്പെടാറുള്ളത്. എന്നാൽ മനുഷ്യർക്കിടയിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ തെരുവുനായ്ക്കൾ കാരണമുള്ള കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം, അതുപോലെ കടിക്കുന്ന ആളുകളുടെ എണ്ണം, കടിയേൽക്കുന്ന ആളുകളുടെ എണ്ണം ലക്ഷക്കണക്കിന് എണ്ണമാണ്. കഴിഞ്ഞ വർഷം 37 ലക്ഷത്തോളം ആളുകൾക്ക് കടിയേറ്റിരിക്കുന്നു. അതുപോലെ തന്നെ എത്രയോ ആളുകൾ പേവിഷ ബാധയേറ്റും അല്ലാതെയും മരണപ്പെട്ടിരിക്കുന്നു എന്നടക്കമുള്ള കണക്കുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേക പരാമർശത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയത്തെ നമ്മൾ കാണുന്നത്? അത് സുപ്രീം കോടതി ഈ തെരുവുനായ ശല്യത്തിൻ്റെ വിഷയത്തിൽ പിന്നെ ഡൽഹിയിൽ ഒരു കാഴ്ച കണ്ടപ്പോഴാണ് ജഡ്ജിമാരുടെ ശ്രദ്ധയിൽ നേരിട്ട് പെട്ടപ്പോൾ അവർ ഓർഡർ ഇട്ടതാണെന്ത്, ഇവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കണം. ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് ആ വിവരം വേഗം കോടതിയെ അറിയിക്കണം എന്ന് പറഞ്ഞു. അതെല്ലാ സംസ്ഥാനങ്ങളോടും എന്ത് ചെയ്തു, ആവശ്യപ്പെട്ടു. അപ്പോൾ അത് ആവശ്യപ്പെട്ടപ്പോൾ കുറേ സംസ്ഥാനങ്ങൾ, 12ഓളം സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ആ ആവശ്യത്തോട് ഒരു കോടതി, സുപ്രീം കോടതി, പരമോന്നത കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും റിപ്പോർട്ട് കൊടുത്തില്ല. അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ കോടതിക്ക് ചൂടായി. അപ്പോൾ കോടതി രണ്ടാമത് എന്ത് ചെയ്തു, ആ സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇത്രയും സംസ്ഥാനങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല, ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് ഈ ഡേറ്റിന് മുമ്പിൽ റിപ്പോർട്ട് തരണം, അല്ലെങ്കിൽ നേരിട്ട് കോടതിൻ്റെ മുമ്പിൽ ഹാജരാകണം. ഇതാണിപ്പോൾ വിഷയം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ ഇത് പൗരന്മാരോടുള്ളൊരു വെല്ലുവിളിയാണ്. ശരിക്കൊരു പരമോന്നത സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു കാര്യം പറഞ്ഞാൽ റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങൾക്കും, അതിൽ നമ്മളെ കേരളം പെട്ടുപോയി എന്നുള്ളത് നമുക്കൊരു നാണക്കേടാണ് ശരിക്കും. അത് ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവാദിത്തം ചെയ്യേണ്ടത്. അവരൊക്കെ എത്രയോ ശമ്പളം വാങ്ങി ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണല്ലോ. പക്ഷെ അവർ ഇതിൽ ഒരു അനക്കവും നടത്തിയില്ല എന്നത് അക്ഷന്തവ്യമായ അപരാധമാണ്. ഞാനങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിനൊരു ശാപമുണ്ട്. ഒരു പ്രശ്നം മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടാണ് ചർച്ച ചെയ്യും. അതിപ്പോൾ ഇനി ഞാൻ പറഞ്ഞുതരാം, നാളെ ഇനി ഒരു കുട്ടിയെ പേപ്പട്ടി പിന്നെ ഓടിച്ച് കടിച്ച് കുടയുന്നതും അങ്ങനെ ആ കുട്ടി മരണപ്പെടുന്ന അവസ്ഥ വരാതിരിക്കട്ടെ, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഭയങ്കര ചർച്ച ചെയ്യും. അപ്പോൾ പഴയ ഫയലൊക്കെ എടുത്തിട്ട് ചർച്ച ചെയ്യും, രാത്രി ചർച്ച ചെയ്യും. അത് അടുത്തൊരു വിഷയം ഉണ്ടാവുന്നതോടുകൂടി അതിൻ്റെ ഒട്ടുകൂടാകും. ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിനെയാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചികിത്സിക്കേണ്ടത്. ഇവിടെ പിന്നെ ചർച്ച വരുമ്പോൾ വിഷയം വരിക, പിന്നെ അവസാനിപ്പിക്കുക എന്നുള്ളത് ഈ രീതി പറ്റില്ല. അതിൻ്റെ ഫോളോ അപ്പിലൂടെ പോകണം. അതിനാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, അതിലാണെന്ത് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ പിന്നാലെ പോകേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കണതാണ്. നേരത്തെ ബഷീർ പറഞ്ഞു 2024 സർക്കാർ ആശുപത്രികളിൽ മാത്രം വന്ന കണക്ക് 3.17 ലക്ഷം ആളുകൾ തെരുവുനായ കടിച്ചിട്ട് ചികിത്സ തേടിയിട്ടുണ്ട്. അത് തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ എറണാകുളം, ഈ 3 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ എണ്ണം ഉണ്ടായിട്ടുള്ളത്. 2025 ജനുവരി മുതൽ ഏപ്രിൽ വരെ 1,31 ലക്ഷം പേർക്ക് കടിയേറ്റിട്ടുണ്ട്. 2016 ജനുവരി മുതൽ 2021 ജൂലൈ വരെ, അതായത് 5 വർഷം, 8,09,629 ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തെരുവുനായൻ്റെ കടിയേറ്റിട്ടുണ്ട്. 2017 1.35 ലക്ഷം. ഇതൊക്കെ കണക്കുകളാണ്. പിന്നെ മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം 2000-5 പേര്, 2021 11 പേര്, 2022 27 പേര്, 2023 26 പേര്, 2024 26 പേര്. പിന്നെ 2025 കണക്ക് വരാനിരിക്കും. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇവരൊക്കെ ഈ പേവിഷബാധയുടെ വാക്സിൻ എടുത്ത ആൾക്കാരും കൂടിയാണ്. എന്നിട്ടും കടിയേറ്റിട്ട് എന്ത് ചെയ്തു, അവർ മരണപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഗൗരവപൂർവ്വം ചെയ്യേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ
അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട് ഈ വിഷയത്തിലുള്ള. അതായത് തെരുവുനായ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മനുഷ്യൻ. അതുപോലെ കാട്ടുമൃഗങ്ങളൊരു വന്യമൃഗങ്ങളൊരു ഭാഗത്ത്, മറുഭാഗത്ത് മനുഷ്യൻ. ഇത് രണ്ടും പ്രശ്നമുണ്ടാകുമ്പോൾ ആർക്കാണ് പ്രാധാന്യം, ആർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വിഷയം പരിഹരിക്കേണ്ടത്? ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ള നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ തെരുവ് നായക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും വന്യമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുമായിരിക്കണം ഈ വിഷയം പരിഹരിക്കേണ്ടതെന്നാണ്. ഈ കാഴ്ചപ്പാട് തിരുത്തിയാലേ ഇതിന് അടിസ്ഥാനപരമായ പരിഹാരമാകുള്ളൂ. മനുഷ്യനാണ് പ്രധാനം. മനുഷ്യനും ഒരു ജീവിയല്ലേ? ജീവികളോടുള്ള കാരുണ്യത്തിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ മനുഷ്യനും ഒരു ജീവിയല്ലേ? ആ മനുഷ്യനാണ് ശരിക്കും, മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ ഏത് സാധനത്തിനും വിലയുണ്ടാകണമെങ്കിൽ, അർത്ഥമുണ്ടാകണമെങ്കിൽ മനുഷ്യനുണ്ടാകണം. മനുഷ്യനില്ല എങ്കിൽ ഇതിനൊന്നും എന്തില്ല, യഥാർത്ഥത്തിൽ അർത്ഥമല്ല. അപ്പോൾ മനുഷ്യനാണ് പ്രധാനം എന്നിടത്തേക്ക് ഇതിൻ്റെ നരേറ്റീവ് മാറി വരേണ്ടതുണ്ട്. ഇതിൽ കുറ്റക്കാരിപ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ഈ വിഷയം പറഞ്ഞാൽ കേന്ദ്രമാണ് പ്രശ്നം എന്ന് പറയും. കേന്ദ്രത്തിനോട് പറഞ്ഞാൽ ഞങ്ങളെല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല, സംസ്ഥാനങ്ങൾ ചെയ്യേണ്ട കാര്യമാണെന്ന് പറയും. എവിടെയാണ് ഇതിൻ്റെ, ആരെ കയ്യിലാണ് ഇതിൻ്റെ മോതിരക്കല്ല് എന്ന് ചെയ്യുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നിലവിലുള്ള നിയമം പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽ ആക്ട് 1960 1960 ഒരു നിയമമുണ്ട്. അതേപോലെ അനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് 2001 ABC റൂൾസ്. ഈ 2 റൂൾസിൻ്റെ ആകത്തുക എന്താ വെച്ചാൽ ഇവരെ തൊടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു നിലക്ക് കൊല്ലാൻ എന്തായാലും പാടില്ല. പിന്നെ ABC എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇവരെ വന്ധ്യംകരിക്കുക എന്നുള്ളതാണ്, ആ നിലക്ക് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതൊന്നും എന്തല്ല, പ്രാവർത്തികമായിട്ട് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിനൊന്നും നടപ്പാക്കാൻ കഴിയണില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൊല്ലാൻ പാടില്ല എന്നാണ് എന്ത് കോടതി വിധികളും അത് തന്നെയാണ്. സുപ്രീം കോടതിയുടെ വിധികളും ഇപ്പോൾ കോടതി പറഞ്ഞാൽ എന്താ, ഇപ്പോഴും അത് കൊല്ലണം എന്നല്ല പറഞ്ഞത്, മറിച്ച് അവർ ഒരു വലിയൊരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് അതിൽ കൊണ്ടുപോയി അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം എന്നാണ്. അതൊരിക്കലും പ്രാവർത്തികമല്ല. അപ്പോൾ ഈ സുപ്രീം കോടതി ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കുക എന്നുള്ളത് നല്ല പ്രശ്നമുള്ള കാര്യമാണ്. കാരണം എന്താ, ഞാൻ പറയട്ടെ, ഒരു അധികമൊന്നും വേണ്ട, ഒരു 10 നായ്ക്കളെ ഒരു കൂടുണ്ടാക്കിയിട്ട് അതിൽ കൊണ്ടുപോയിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതിന് അടുത്തൊരാൾക്ക് നിൽക്കാൻ കഴിയും? ഇത് കടിച്ച് കീറി അല്ലേ, ആകെ പ്രശ്നമാവും. പണ്ടുണ്ടായിരുന്നു ബ്രോയിലർ കോഴികളെ ഫാമിൽ കൊണ്ടുവന്ന് വളർത്തുമ്പോഴേ ഇവ പരസ്പരം ഇതിൻ്റെ മൂട്ടിൽ പോയി കൊത്തും, മറ്റേ കോഴി എന്നിട്ട് കംപ്ലീറ്റ് ബ്ലഡ് ആയിരിക്കും. ഇതിൻ്റെ തൂവലൊക്കെ പോയിട്ട് അതിലേറെ മാരകമായിരിക്കും. എന്താ, അതും ഈ പേഴക്കുള്ള നായ്ക്കളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്ത് പരിഹാരമാണ് ഇത്? പ്രശ്നത്തെക്കാളും വേറെ വലിയ പരിഹാരം അശാസ്ത്രീയത. അപ്പോൾ കോടതിൻ്റെ അടുത്തും പ്രശ്നമുണ്ട്. കോടതി അത് പുനഃപരിശോധിക്കണം. ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നിയമങ്ങൾ മാറ്റണം. അതെന്ത് ചെയ്യണം? എല്ലാവരും ഇടപെടണം. ഈ ഷെൽട്ടർ ഒരിക്കലും പ്രായോഗികമല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒന്ന് നിയമനിർമ്മാണം നടക്കണം. ആ നിയമനിർമ്മാണം നടക്കാൻ പാർലമെൻറ്റിൽ നമ്മൾ ജയിപ്പിച്ച് വിട്ട MP-മാർ ഈ വിഷയം അടുത്ത ഒരാളെ ഒന്നോ അല്ലെ അതിലധികമോ, ഇപ്പം ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാം. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, മദ്രസയിലേക്ക് പോകുമ്പോൾ ഓടിച്ചിട്ട് ആ കുട്ടികൾ ഉമ്മാന്ന് പറഞ്ഞ് ഓടുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, നമുക്ക് കാണുമ്പോൾ നമ്മളെ മക്കളെ ആ സ്ഥാനത്ത് വെച്ചുകൊണ്ട് ആലോചിക്കണം. എന്നിട്ട് ആ ഒച്ച കേട്ടിട്ട് ആരെങ്കിലും വീട്ടിൽ നിന്ന് എവിടുന്നെങ്കിലും ഇറങ്ങി വന്നിട്ട് ഒരു കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുമ്പോഴാണ് ഈ കുട്ടിക്കൊരു ആശ്വാസമാണ്. എത്ര സംഭവങ്ങളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയകളിൽ വന്നത്. അപ്പോൾ അതൊക്കെ നിലവിലുണ്ടാകുമ്പോൾ നമ്മൾ MP-മാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇനി ഒരു പ്രശ്നം ഉണ്ടാകാൻ കാത്തിക്കാതെ അത് പാർലമെൻറ്റിൽ, അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും ആവശ്യമുള്ള ശബ്ദമുയർത്തി ഇതിലാവശ്യമായ നിയമനിർമ്മാണം നടത്തുക. അത് നടത്തണം എന്നുള്ള ഒരു ഡയറക്ഷൻ ആര് കൊടുക്കുക? സുപ്രീം കോടതി ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുക. അല്ല സുപ്രീം കോടതി ഷെൽട്ടർ ഉണ്ടാക്കാൻ പറഞ്ഞ് ഇങ്ങോട്ട് മാറിക്കല്ല വേണ്ടത്. ഇതിന് നിയമത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിയമത്തിൽ പരിഹാരം ഉണ്ടാവണം. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്, പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള ഗവൺമെൻറ് ശക്തമായി ഈ വിഷയത്തിൽ സമരമുഖത്ത് വരണം. അതായത് ഇതിന് നിയമനിർമ്മാണം ഉണ്ടാവണം എന്ന നിലയ്ക്ക് സമരമുഖത്തുണ്ടാവണം. അതോടൊപ്പം ഇതിന് ഫോളോ അപ്പ് വേണം. അതിന് ചീഫ് സെക്രട്ടറിമാർ ശ്രദ്ധിക്കണം. അതല്ലാതെ കോടതി പറയുമ്പോൾ പോലും ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വൈകുകയും ഇപ്പോഴും ചീഫ് സെക്രട്ടറിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ എന്തോ മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ പകരം ആളെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതൊരു ചർച്ചയാവുമ്പോഴെങ്കിലും ഇതിന് ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിക്കണം. ഇതിനാർക്കും താല്പര്യമില്ല. ഒക്കെ ഇങ്ങനെ ഒരു വർത്തമാനം പറയാം, അടുത്ത വിഷയത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ വന്യമൃഗശല്യത്തിൻ്റെ വിഷയവും ഈ തെരുവ് നായകളുടെ പ്രശ്നത്തിനും ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഇനിയും നമ്മൾ വൈകിക്കൂടാ. അത് മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത്. അത് മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യമാണ്, ഈ ജീവികളോടും കാണിക്കുന്ന കാരുണ്യമാണ്. അതല്ലാതെ ഈ അവസ്ഥ പോയി കഴിഞ്ഞാൽ ഇനിയും നമ്മൾ വളരെ മോശപ്പെട്ട രംഗങ്ങൾ കാണേണ്ടി വരും. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അപ്പോൾ ഈ 2-3 മാസങ്ങൾക്ക് മുൻപ് ഈ നായകളുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വന്നിരുന്നല്ലോ.
അപ്പോൾ ആ സമയത്ത് ഓഗസ്റ്റ് 13, 2025 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം വന്നിരുന്നു. അപ്പോൾ ആ ലേഖനത്തിനകത്ത് ഈ കേസിലെ കക്ഷികൾക്ക് വേണ്ടി ഹാജരായ ഫിർദൌസ് മിർസ എന്ന് പറയുന്ന സീനിയറായിട്ടൊരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം നടത്തിയൊരു നിരീക്ഷണമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന വളരെ വളരെ ആർക്കും കണ്ണ് തുറപ്പിക്കാവുന്നൊരു ഇതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ലോകത്ത് എവിടെയും ഉള്ള മൃഗങ്ങൾ തങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരു മൃഗത്തെ മറ്റേതെങ്കിലും ഒരു വർഗത്തിൽപ്പെട്ട ഒരു മൃഗം ആക്രമിക്കുകയാണെങ്കിൽ, ഒറ്റയായിട്ടോ ഒന്നിച്ചോ ആക്രമിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അവർ തിരിച്ചാക്രമിച്ച് തങ്ങളുടെ വർഗത്തിൽ ആ ജീവിയെ രക്ഷിക്കാൻ ശ്രമിക്കും. ഇത് ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുകളെ, അവരെ മറ്റൊരു ജീവിവർഗം നായ്ക്കൾ വന്നിട്ട് ആക്രമിക്കുമ്പോൾ നായ്ക്കളോട് പക്ഷം ചേരുന്ന കുറേ മനുഷ്യർ, എന്നിട്ട് അതിനെ മനുഷ്യത്വമെന്ന് വിളിക്കുകയും ചെയ്യുക. അപ്പം അദ്ദേഹം പറഞ്ഞാൽ, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ലോകത്തിൽ മൃഗങ്ങൾക്ക് ഉള്ള ആ ഒരു ധാരണയോ വൈകാരികമായ അവസ്ഥയോ പോലും മനുഷ്യരിൽ കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൈ ഇൻസെൻറ്റീവ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പിറകിൽ ചില താല്പര്യങ്ങൾ, ലാഭേച്ഛകളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഒന്നായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ അനിമൽസിനുള്ള ക്രൂവൽറ്റി ആക്ടിന് പുറമേ ഈ 51 AG കമ്പാഷൻ ഫോർ ലിവിങ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒന്നും, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21, അതായത് റൈറ്റ് ടു ലൈഫ്, അത് നേരത്തെ മനുഷ്യരിൽ പരിമിതമായിരുന്ന അതിനെ ഇപ്പോൾ മൃഗങ്ങൾക്ക് കൂടെ ബാധകമാക്കി. അങ്ങനെ ഈ നിയമങ്ങളെല്ലാം മൃഗങ്ങൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന, മനുഷ്യരെ നെഗ്ലക്റ്റ് ചെയ്യുന്ന, ഒഴിവാക്കുന്നൊരവസ്ഥയിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കണം, ഇവിടെ ശരിക്കും ഇതിൻ്റെ ബെനിഫിഷ്യറീസാണ് ഈ ക്രൈസിസ്. ഈ സ്ട്രേ ഡോഗ് ക്രൈസിസ് നിലനിൽക്കുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണെന്ന് നോക്കണം നമ്മൾ. അതുകൊണ്ട് ദേശത്തിനുണ്ടാകുന്ന നഷ്ടവും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ വാദമുഖക്കാരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് തോന്നുക. ഒന്നാമത് PABC റൂള് നേരത്തെ പറഞ്ഞ 23 എന്ത് ചെയ്തു, ആ റൂള് അമെൻഡ് ചെയ്തിട്ട് ഒരു സ്ട്രേ ഡോഗിനെ വന്ധീകരിക്കുന്നതിന് 850 രൂപ കൊടുക്കണം എന്നാണ്. ഒരു ക്യാറ്റാണെങ്കിൽ 650. അപ്പം എന്നിട്ട് ഈ മിർസ പറയുന്നത്, അദ്ദേഹം അന്ന് നാഗ്പൂരിൽ, മഹാരാഷ്ട്രയിൽ കോർട്ടിൽ നാഗ്പൂർ ബെഞ്ചിൻ്റെ മുമ്പിൽ ഈ കേസ് വാദിക്കുന്ന സമയത്ത് അന്നത്തെ കണക്കനുസരിച്ച് എന്താ വെച്ചാൽ നാഗ്പൂരിൽ 1.5 ലക്ഷം തെരുവ് നായകളുണ്ട്. അപ്പോൾ അവയെ വന്ധീകരിക്കണമെങ്കിൽ 1.5 ലക്ഷം ഇൻറ്റു 850 എത്ര വരും നമുക്ക് നോക്കാം. ഒരു പ്രദേശത്ത് മാത്രമുള്ള നായകളുടെ കണക്കാണ്. ഈ സമയത്ത് ഇപ്പോൾ അന്ന് ഡൽഹിയിൽ 5 ലക്ഷം നായകളുണ്ടെന്നാണ്. അപ്പോൾ 5 ലക്ഷം ഇൻറ്റു 850. അതേ സ്ഥലത്ത് തന്നെ ഏതാണ്ട് 3000 ആളുകളെ നായ കടിച്ചു എന്നാണ് ഈ നാഗ്പൂരിലത്തെ കേസ്. അപ്പോൾ 3000 ഒരു നമ്മളെ ഡോസിന് 350 രൂപ, ഇങ്ങനത്തെ 5 ഡോസ്. അപ്പം 3000 ഇൻറ്റു 350 ഇൻറ്റു 5, ഇതെങ്ങോട്ട് പോകുമെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഈ ഷെൽട്ടർ ഉണ്ടാക്കാൻ, അതുപോലെ തിയേറ്റർ സെറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ സർക്കാർ തന്നെ, അതായത് ആനിമൽ വെൽഫെയർ ബോർഡുണ്ട്. ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഫണ്ട് 2 കോടി വരെ ഇതിന് കൊടുക്കും. അതുപോലെ 15 ലക്ഷം 27 ലക്ഷം ചില കണക്കുകളുണ്ട്. ഈ ഫണ്ടുകളൊക്കെ ഇത്തരത്തിൽ ഒന്നുകിൽ ഇതിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഈ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ NGOs, ഇവർക്കാണ് ഇത് കൊടുക്കുക. പിന്നെ ആനിമൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ചെയ്യും. അപ്പോൾ നിലവിലെന്താ വെച്ചാൽ ഇതിന് കൃത്യമായിട്ടൊരു സംവിധാനമുണ്ട്, അതിൽ ഫണ്ടുണ്ട്. ഈ ഫണ്ട് വിനിയോഗിക്കുന്നതിന് പലപ്പോഴും ഈ കൃത്യമായ രേഖകൾ പോലും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി മാത്രമല്ല, ഈ വന്ധീകരിക്കുക എന്നുള്ള പ്രക്രിയ അതൊരിക്കലും ഒരു സ്ഥലത്തും പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കാറില്ല എന്ന് പറയുന്നത്. അത് തന്നെ ഒരു തന്ത്രമാണ്. കാരണം 10 ലക്ഷം നായ്ക്കളിൽ നിന്ന് 2 ലക്ഷത്തെ മാത്രം തിരിഞ്ഞ് 8 ലക്ഷം മാറ്റി നിർത്തി എന്ത് ചെയ്യും, ഈ ഒരു സൈക്കിളിൽ എപ്പോഴും ഇത് കൂടിക്കൊണ്ടേ ഇരിക്കും. ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, ഈ ക്രൈസിസ് ഒരിക്കലും അവസാനിക്കില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ മുനിസിപ്പൽ ഫണ്ടുണ്ട്, മുനിസിപ്പാലിറ്റിയിൽ ഫണ്ടുണ്ട്. ഈ മുനിസിപ്പൽ ഫണ്ടുകൾ എന്താ നടക്കാൻ പോകുന്നത്? ഇതുപോലെ തന്നെ വാക്സിൻ മാനുഫാക്ചേഴ്സ് ഉണ്ട്. 500 കോടിയുടെ ബിസിനസ്സാണെന്ത് ഇന്ത്യയിലെന്നാണ് പറയുന്നത്. വെറ്റിനറി ഈ മെഡിസിൻസ് ഇത് ഉണ്ട്. ഈ ഷെൽട്ടർ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പുറമെ എന്താ വെച്ച് കഴിഞ്ഞാൽ പെറ്റ് ബിസിനസ് നടക്കുന്നുണ്ട് ഇവിടെ.
ഇവരൊക്കെ ഒരു തരം നമ്മൾ ഈ എന്താ പറയുക മറ്റേ ഫാഷൻ ഇൻഡസ്ട്രിയും കോസ്മെറ്റിക് ഇൻഡസ്ട്രിയൊക്കെ പോലെ തന്നെ ഒരു എസെൻഷ്യൽ അല്ലാത്തൊരു സാധനത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഇൻഡസ്ട്രിയാക്കി കൊണ്ടുവന്നതാണ്. അവിടുത്തെ ഫുഡിൻ്റെ ഒക്കെ വില നമുക്കറിയാലോ. ഇപ്പോൾ പൂച്ചക്ക് നായ്ക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണ സാധനം നമ്മൾ കുട്ടികൾക്ക് വരെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ കുറേയധികം സംവിധാനങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ സാധാരണ ജനം എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കലും ഒന്നിച്ച് ചേർന്ന് കോടതിയിൽ പോകാൻ പറ്റുന്നവരല്ല. അവൻ ഒറ്റപ്പെട്ട ആളാണ്, അവനെ കടിക്കുന്നത്. ഇവരാകട്ടെ ഒരു വലിയ ശക്തിയാണ് താനും. അപ്പം ഞാൻ പറഞ്ഞാൽ ഈ IAS എന്ന് പറയുന്ന ഇൻവാസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. എന്ന് വെച്ചാൽ ചില ഈ പിന്നെ സ്പീഷീസുകൾ അത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് എക്കോസിസ്റ്റത്തെ ബാധിക്കും, ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കും, ഹാബിറ്റാറ്റിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഓവർ പോപ്പുലേറ്റഡ് ആവുന്ന അത്തരം ആനിമൽസിനെ നശിപ്പിക്കുക എന്നുള്ളത് ലോകത്തെവിടെയുമുള്ള ഒരു തിയററ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ചില കാർപ്പ് ഫിഷുകൾ, ഡിയർ, സീബ്ര, ചില ടോഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് ബോർ, എലികൾ, ഇതിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടി പല കാലഘട്ടങ്ങളിലും ഇത്തരത്തിൽ പല രാജ്യങ്ങളിലുമുള്ള സർക്കാരുകൾ മനുഷ്യത്വം ഉണ്ടായിക്കൊണ്ട് തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരിക്കലും തന്നെ മനുഷ്യത്വമില്ലായ്മയല്ല, മറിച്ച് ലോകത്തോട് ചെയ്യുന്നൊരു നീതിയാണ്. ഇവ ക്രമാതീതമായി പെരുകിക്കഴിഞ്ഞ് ഇതോ അല്ലെങ്കിൽ മറ്റു ജീവികളോ ക്രമാതീതമായി പെരുകിക്കഴിഞ്ഞാൽ ഇവിടുത്തെ എക്കോസിസ്റ്റം പൂർണ്ണമായി തകർന്നു പോകും. അതുകൊണ്ട് തന്നെ അതല്ല മനുഷ്യത്വമെന്ന് പ്രായോഗികമായി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക് ലിറ്റിഗേഷന് ആർക്ക് വേണമെങ്കിലും ചേരാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു നല്ലൊരു സ്റ്റെപ്പാണ്. എന്തായാലും ഇതിലൊരു പ്രായോഗിക തീരുമാനം ഉണ്ടാകട്ടെ എന്നാണ് നമുക്കും ആശിക്കാനുള്ളത്.